സെഷനിലേക്ക് വരാം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ ട്രെൻഡുകൾ, നമ്മുടെ എക്സ്റേ, CT, MRI, ഇമേജിംഗ്, USG പോലത്തെ വിഷയങ്ങളുള്ള എന്തൊക്കെ പുതിയ ടെക്നോളജീസ് ഉണ്ട്, ഭാവിയിൽ എങ്ങനെ ഇവോൾവ് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനുള്ള ഒരു വിഷയം. പിന്നെ അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നമ്മുടെ ഈ ഒരു അത് 100 മില്യൺ ആളുകളിലേക്ക് എത്തുന്ന സമയം എന്ന് പറഞ്ഞാൽ 60 വർഷം. ആ ഒരു ഡാറ്റയെ നമ്മളെ ചിന്തിക്കുന്നത് ഇതൊക്കെ ഈ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ പുതിയ ടെക്നോളജി സംസാരിക്കുമ്പോൾ നമ്മളിലേക്ക് എത്താൻ 10, 20, 50 വർഷം അവിടെ എത്തുന്നത് നമ്മൾ ചിന്തിപ്പിക്കുന്ന ഈ ഫാക്ടർ. എന്നാൽ ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ സൈഡിലേക്ക് നോക്കിയാൽ മൊബൈൽ ഇൻവെന്റിന് ശേഷം അത് 100 മില്യൺ ആളുകളിലേക്ക് എത്താൻ എടുത്ത സമയം 16 വർഷം മാത്രമാണ്. ഇന്റർനെറ്റ് ഇൻവെന്റിന് ശേഷം അത് 100 മില്യൺ ആളുകളിലേക്ക് എത്താനുള്ള സമയം ഒരു 7 വർഷമാണ്. 10 വർഷത്തിൽ താഴെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ChatGPT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് 100 മില്യൺ ആളുകളിലേക്ക് എത്താൻ സമയം 6 മാസം പോലും എടുത്തില്ല. 2 മാസം കൊണ്ട് അത് ചെയ്തിട്ടുണ്ട് 100 മില്യൺ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ അതൊരു ഇത്തരം ടെക്നോളജികൾ നമ്മളിലേക്ക് എത്താൻ ഒരുപാട് സമയം, ഒരുപാട് 10, 20 വർഷം എടുക്കണ്ട. ഇത് മാസങ്ങൾ കൊണ്ട് ലോകത്ത് ഏത് ടെക്നോളജി വന്നാലും അത് നമ്മൾക്കും ഉപയോഗിക്കാൻ സാധ്യമാവുന്നതിലേക്ക് വരും. ഇനി അതിലേക്ക് ഈടിയാൽ ആ പെട്ടെന്ന് ഇതിലേക്ക് നമ്മുടെ ടെക്നോളജി നമ്മുടെ നാടുകളിലേക്ക് എടുക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഈ ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമയത്ത് സിമെൻസിന്റെ അവരുടെ അപ്ലിക്കേഷൻ സൈഡിൽ, മാർക്കറ്റിംഗ് സൈഡിൽ ഒരു വിഷയം പരിചയപ്പെട്ടു. ആ വിഷയം അവർ പരിചയപ്പെട്ട സമയത്ത് എനിക്ക് ഒന്നാമത് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി. അതായത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടില്ല. നമ്മൾ പേഷ്യന്റ് ജസ്റ്റ് ഒരു MRI മെഷീനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ആയി അത് പ്രോട്ടോകോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കായി പൊസിഷൻ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായി പ്ലാൻ ചെയ്യുന്നു, മെഷീൻ ഓട്ടോമാറ്റിക്കായി തിരിച്ചു പുറത്തേക്ക് വരുന്നു. അങ്ങനെ മെഷീൻ അവർ പരിചയപ്പെടുത്തി. അതായത് എന്താ കാര്യം, നമ്മുടെ റേഡിയോഗ്രാഫേഴ്സ്, അവർക്ക് അറിയാം എത്രത്തോളം കോംപ്ലക്സ് ആണ് നമ്മുടെ MRI പ്ലാനിങ്. നമുക്ക് ആക്സിയൽ പ്ലാൻ ചെയ്യണം, കൊറോണൽ പ്ലാൻ ചെയ്യണം, സർജിക്കൽ പ്ലാൻ ചെയ്യണം, T1, T2 എല്ലാം സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്യണം. അതെല്ലാം ഓട്ടോമേറ്റഡ് ആവുന്ന രീതിയിലുള്ള ഒരു മെഷീൻ അവർ പരിചയപ്പെടുത്തി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു 10 വർഷം കൊണ്ട്, ചിലപ്പോൾ ഒരു 15 വർഷം കൊണ്ട് അത്ര മെഷീൻസ് നമ്മുടെ നാടുകളിൽ വന്നേക്കാം. ഒരു 6-7 മാസം കഴിഞ്ഞ സമയത്ത് ഒരു ഓൺലൈൻ സെഷനിൽ റേഡിയോഗ്രാഫേഴ്സ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചു, ഇങ്ങനൊരു മെഷീൻ ഉണ്ട്, ഭാവിയിൽ നമുക്കത് ഉപയോഗിക്കാൻ കിട്ടിയേക്കാം. അപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലുള്ള റേഡിയോഗ്രാഫർ പറഞ്ഞത്, സാർ ഞാൻ വർക്ക് ചെയ്യുന്നത് ആ മെഷീനിലാണ്. മലപ്പുറം ജില്ലയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ മെഷീൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ പൊസിഷൻ ചെയ്താൽ മെഷീൻ എന്ത് ചെയ്യുന്നു, ഐസോസെന്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ T1, T2 ഫോക്കസ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് മെഷീൻ തന്നെ എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, ആർട്ടിഫാക്റ്റിന് വേണ്ടി അത് ഡിറ്റക്ട് ചെയ്യുന്നു, സ്കാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. റേഡിയോഗ്രാഫർ ഒന്നും ചെയ്യുന്നില്ല, MRI റേഡിയോഗ്രാഫർ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ചായ വെച്ച് അവിടെ ഇരിക്കുക, ജസ്റ്റ് നോക്കി നടക്കുന്നില്ലേ നോക്കുക.